ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ് സ്കിൽസിന്റെ പാർട്ടായ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ടൈപ്സ് ആണുള്ളത് എന്നൊക്കെ നോക്കിയുണ്ടായി. ആ വീഡിയോ മിസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് സോഫ്റ്റ് സ്കിൽസിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇനി ഈ വീഡിയോയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ഫസ്റ്റ് ടൈപ്പായ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് നമുക്കത് സ്വായത്തമാക്കി എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം. സിംപ്ലി പറഞ്ഞ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഫേസ് ടു ഫേസ്, നമ്മൾ ഒരാളോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക, മീറ്റിംഗ്സ്, അതുപോലെ ഫോൺ കോൺവെർസേഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നതെന്ന് പറയുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർലി മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുന്നതുമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻസിന്റെ ഉള്ളിൽ വരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ക്ലാരിറ്റി, ടോണ്, നമ്മുടെ കോൺഫിഡൻസ്, വൊക്കാബുലറി, ആക്റ്റീവ് ലിസണിങ്, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷന്റെ പാർട്ടാണ്. അതിൽ ക്ലാരിറ്റി ആൻഡ് വൊക്കാബുലറി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വൊക്കാബുലറിയും ക്ലാരിറ്റിയും ഞാൻ ഒരുമിച്ച് കൊടുക്കുന്നതിന്റെ കാര്യം രണ്ടും ഇടകലർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും മറ്റുള്ള ആരുടെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ കളിയാക്കി ശശി തരൂർ ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്, അല്ലെ? പക്ഷേ അങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെ ഒന്നും ഒരാവശ്യവും ഇല്ല. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെക്കുക, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒന്ന് ആ ചിന്തകളെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സംസാരിക്കുക. അല്ലാതെ എവിടുന്ന് നമ്മൾ തുടങ്ങി എവിടുന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് നമുക്ക് ധാരണയില്ലാതെ പോകരുത്. അതുപോലെ ക്ലിയർ ആയിട്ട് സംസാരിക്കാനായിട്ട് നോക്കുക. ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? അമ്മമാര് ദേ അതിങ്ങെടുത്തേ, എടാ അതിങ്ങെടുത്തേ, ഡേ അതിങ്ങെടുത്തേ എന്ന് പറയുന്നത്. അതിനു പകരം അവിടെ ഇരിക്കുന്ന റിമോട്ട് ഇങ്ങ് തരൂ, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ താഴത്തെ റോയിൽ ഇരിക്കുന്ന ആ നീല ഡബ്ബ ഇങ്ങെടുത്തിട്ട് വരൂ എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും, അല്ലെ? അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ അർത്ഥം. പലരും വിചാരിച്ചു വെക്കുന്നത് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നതോ കടിച്ചാ പൊട്ടാത്ത മലയാളം പറയുന്നതോ ഒക്കെയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അല്ല, അതല്ല. നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളെ സിമ്പിൾ ആയിട്ടും ഒരു ഓർഡറിലും പറഞ്ഞു വെക്കുമ്പോഴാണ് അതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടോണും നമ്മൾ ഉപയോഗിക്കുന്ന വോയിസും. നമ്മൾ ഒരുവിധം എല്ലാ വീടുകളിലും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലും എല്ലാം വഴക്കുകളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം നമ്മൾ പറയുന്ന വാക്കുകളല്ല, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ടോണും വോയിസുമാണ്. നമ്മൾ പൊളൈറ്റ്ലി സംസാരിക്കുന്നതും അഗ്രസീവായിട്ട് സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലേ? ഇപ്പം അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമ ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ്. ഞാൻ ഈ സിനിമകളുടെ ഉദാഹരണം പറയുന്നത് മാക്സിമം ആൾക്കാരും ഒരുവിധം മലയാളത്തിലുള്ള സിനിമകളൊക്കെ കണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിനിമകളുടെ ഉദാഹരണം എടുത്ത് പറയുന്നത്. അയ്യപ്പനും കോശി മൂവിയിൽ ആദ്യം പൃഥ്വിരാജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസുകാരുമായിട്ട് പൃഥ്വിരാജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോ ഫോൺ എടുത്ത് നോക്കുന്നത് ഡോ 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 എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കളിയാക്കി സംസാരിക്കുന്ന രീതി, കൊലക്കുറ്റത്തിനൊന്നും അല്ലല്ലോ കൊണ്ടുവന്നേക്കുന്നത്, ആ ഒരു ഈഗോ വെച്ച് ഒരു ടോൺ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അവിടുന്നാണ് ആ ഈഗോ ക്ലാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, മൂവിയുടെ കാര്യമല്ല, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അന്നേരം നമുക്ക് പോസിറ്റീവ് ടോണും നെഗറ്റീവ് ടോണും ഉണ്ട്. പോസിറ്റീവ് ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ബഹുമാനത്തോടെ, ശാന്തതയോടെ, പ്രൊഫഷണൽ രീതിയിൽ സംസാരിക്കാനായിട്ട് നോക്കുക. നെഗറ്റീവ് ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ റൂഡായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ പുച്ഛിച്ച്, നമ്മൾ പറയൂലേ സർക്കാസം, നമ്മൾ കളിയാക്കി സംസാരിക്കുക, അല്ലെങ്കിൽ മുനവെച്ച് സംസാരിക്കുക, ഇതൊക്കെ പറയുന്നത് നെഗറ്റീവ് ടോണിൽ വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്കുകളെക്കാട്ടിലും ഉപരി നമ്മൾ പറയുന്ന രീതിയാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പെർഫെക്ഷനോടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടെ വരുന്ന ഒരു സംഭവമാണ്. ആരും ജനിച്ചു വീഴുമ്പം കോൺഫിഡൻസോടുകൂടി ജനിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് അതിലേക്ക് വരുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഒരു കാര്യമാണ് നമ്മൾ ഐ കോണ്ടാക്ട്. എൻ്റെ ഒരു ടീച്ചർ പറയായിരുന്നു, നമ്മൾ സംസാരിക്കുന്ന പറഞ്ഞ ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാൻ പഠിക്കണം എന്ന് കുഞ്ഞിലെ ക്ലാസ്സുകളിൽ
പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് അത് പെയ്യെ ഇന്നും അത് ജീവിതത്തിൽ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നും പറഞ്ഞ് ഒരാളുടെ കണ്ണിലോട്ട് തറപ്പിച്ച് നോക്കി അവരെ കൺഫ്യൂസ് ആക്കണം എന്നല്ല കേട്ടോ. എത്ര അതിൽ തന്നെ സെക്കൻഡ്സ് ഫോർമുലയൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സിംപ്ലി ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്താ പ്രോപ്പറായിട്ട് പറയുന്ന കാര്യങ്ങളെ വ്യക്തതയോടെ സംസാരിക്കുക എന്നൊക്കെ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കുക എന്താ ഈ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്ന്. ദൃശ്യം മൂവി കണ്ടിട്ടില്ലേ? ദൃശ്യം മൂവിയിൽ മോഹൻലാൽ സാറ് ഉപയോഗിക്കുന്ന ജോർജ് കുട്ടിയായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ജോർജ് കുട്ടി എന്ത് എവിടെ എങ്ങനെ പറയണം എന്ന് വ്യക്തമായ സ്ട്രാറ്റജി ഉള്ള ഒരാളായിരുന്നു. അത് തന്നെയാണ് ക്ലൈമാക്സ് വരെ പോലീസിന് അദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയമേ കോൺഫിഡൻസ് വേണം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് എപ്പോഴും കമ്മ്യൂണിക്കേഷന്റെ ഒരു പാർട്ടാണ്. കാരണം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാര് നമ്മളെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ പ്രോപ്പർലി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ഇപ്പോ മിക്കപ്പോഴും ആൾക്കാര് റിപ്ലൈ കൊടുക്കാനായിട്ടാ കേൾക്കുന്നത്. അങ്ങനെയല്ല, അവര് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ കേൾക്കുക. അതാണ് ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്ററിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഈ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കാതെ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കി, അതുപോലെ പ്രധാനമാണ് അവരേത് ഇമോഷനിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതാണ് ആക്റ്റീവ് ലിസണിങ്ങിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻലി നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ടൈപ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളാണ് വളരെ സ്പീഡിൽ സംസാരിക്കുന്നത്. അതുപോലെ ഫില്ലർ വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പല ഇന്റർവ്യൂസിലും കണ്ടിട്ടില്ലേ? ലൈക്ക് അല്ലെങ്കിൽ യുനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫില്ലർ വേർഡ്സ് ആഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇതെല്ലാം ഫില്ലർ വേർഡ്സ് ആണ്. അന്നേരം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള ടോൺ യൂസ് ചെയ്യാതിരിക്കുക. കാമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടേത് ഇംപ്രൂവ് ചെയ്തെടുക്കാം? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടുള്ള, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ. പറ്റുമെങ്കിൽ ഒരു 30 സെക്കൻഡ് ആണെങ്കിലും നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുക, ഉറക്കെ വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം എഴുതി ഉറക്കെ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ടോണും കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്ന രീതിയൊക്കെ മനസ്സിലാവും. പിന്നെ നല്ല നല്ല സ്പീക്കേഴ്സിന്റെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നല്ല വീഡിയോസ്, റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കുക. അതുപോലെ ക്ലാരിറ്റി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത്രയും പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി സ്വയം ചെയ്തു നോക്കാവുന്ന ഒരു ആക്ടിവിറ്റി തരികയാണ്. ഒരു മിനിറ്റ് ഒരു സ്പീക്കിംഗ് ചലഞ്ച് എടുക്കുക. ഒന്ന് റെക്കോർഡ് ചെയ്യുക സ്വയമായിട്ട്. ഒന്നെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങളുടെ ഗോളിനെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മൂവിയെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ റീസെന്റ് ട്രാവൽ ചെയ്ത ഒരു സ്ഥലത്തെ പറ്റി സംസാരിക്കാം, നമ്മൾ പോയി കണ്ട ഒരു സ്ഥലത്തെ പറ്റിയിട്ട്. അങ്ങനെ ഏതൊരു ടോപ്പിക്കിലും ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിൽ ഒരു മിനിറ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ആ സ്വയം ഒന്ന് കേട്ടു നോക്കുക. കോൺഫിഡൻസ് എങ്ങനെയുണ്ട്, നമ്മൾ ഫില്ലർ വേർഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മളൊന്ന് കേട്ടു നോക്കുക. എന്നിട്ട് അത് ഡെയിലി ഒരു 7 days ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു മിനിറ്റ് മതി. ഒരു മിനിറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലില്ല. ഒരു മിനിറ്റ് ഒരു 7 days കണ്ടിന്യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നെ ഒരു ഐഡിയ വരും. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും ആ ഒരു കാര്യം നമ്മൾ കുറച്ചുകൊണ്ട് വരാനായിട്ട് നോക്കും. ഇപ്പൊ എന്റെ കാര്യം ഉദാഹരണം പറയുവാണെങ്കിൽ, ഞാൻ ഓർക്കാതെ ഇടയ്ക്ക് അപ്പോ എന്ന് പറയും. അന്നേരം അപ്പോൾ എന്ന് പറയുന്നതിന് പകരം, പക്ഷേ ഞാനത് റിയലൈസ് ചെയ്തൊരു വേർഡാണ്. പലപ്പോഴും ഞാനത് കുറച്ചുകൊണ്ട് വരാൻ നോക്കാറുണ്ട്. എന്നാൽ ഇടയ്ക്ക് കയറി വരും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിൽ വർക്ക് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ
എല്ലാവർക്കും മനസ്സിലായി എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. എന്തെങ്കിലും രീതിയിൽ മനസ്സിലാകാത്ത ഏരിയയോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. നമുക്ക് വരും വീഡിയോയിൽ കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഓപ്പൺ ഡോർസ് ദാറ്റ് ടാലന്റ് എലോൺ കനോട്ട്. ഇതെപ്പോഴും മനസ്സിൽ വെക്കുക. നമുക്ക് പലപ്പോഴും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത്, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു അംഗീകാരം ഒക്കെ കൊണ്ടുതരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് പലപ്പോഴും വർക്ക് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന വീഡിയോകളിൽ നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. ശുഭദിനം. ബൈ.